myself complete. My heart is spoken for. Oh, and I praise you. Oh, and I worship you. ഞങ്ങളുടെക്കാരോടും ക്ഷണിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കുന്നു. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, വിനോദത്തുണ്ടെന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മാത്രവും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞവരെയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവർ. നിന്റെ വീട്ടിലെ ഫലമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകുന്നു. ശുദ്ധമുള്ള വിന്യാസമറിയുമേ, നമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പുരാനുള്ള വിശ്വമേ. Thought I'd seen it all till I saw you. London in the fall and Paris too. And I've climbed hills to castles in the snow, but you I can't let go. Thought I'd found everything till I found you. But I was lost at sea and I never knew. You take me places where the winds don't blow, so I won't let go. Through fire and stone, in places unknown, I'll never let go, I'll never let go. Thought I knew my way till I found you. You took me to a place I never knew. So take my hand into the great unknown, and I'll never let go. The fire and stone in places unknown, I'll never let go, I'll never let go. The fire and stone in places unknown, I'll never let go, I'll never let go. Thought I'd found everything till I found you. But I was lost at sea and I never knew. You take me places where the winds don't blow, so I won't let go.
ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയത്തും ദൈവമേ ആമേൻ. നിന്റെ നീതികളായിരിക്കാനാണ് ഞാനാണായിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും നിന്നെ ന്യായമെന്നെ പഠിപ്പിക്കണമേ. അവൻ സത്യമായിട്ട് എന്റെ പ്രാർത്ഥന സഹായമായിരിക്കണമേ. നിന്റെ ഉപേക്ഷിക്കുന്നതിന് ശേഷം ഞങ്ങളോടൊന്നും പാവം സ്വീകരിക്കണമേ. കുറ്റകാരൻ
നിന്റെ ഞങ്ങളെ സഹായിക്കണം. കുറ്റക്കാരായ ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവത്തോടെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ വരുമ്പോൾ ജീവനമേ
പരീക്ഷയിൽ പ്രവേശിക്കരുത്. പിന്നെ യോഗ്യതയെ ഏതുവന്നാൽ രാജ്യത്തെ നോക്കൂ. കർത്താവിനോടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെടാവുന്നു. നിന്റെ ബലമായ കർത്താവായ യേശു വാഴ്ത്തപ്പെടാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ സമയത്തും ദൈവത്തിനാണ് സ്നേഹവും പൂർണ്ണവും പരിപൂർണമായ പരിശുദ്ധ ഒരുപാട് സംബന്ധവും സഹവാസവും ആയത് ദൈവങ്ങളോമായ പരിശുദ്ധ കന്യമറിയുന്നുണ്ട്. മാർഗീയസാധാരണ ഭാവമായാലും മൺമാധ്യവായാലും അതെല്ലാ പരിശുദ്ധന്മാരെ ശുദ്ധിമറിയുകയും ഇതേറിയ മധ്യസ്ഥതയും ഭാവവും കോട്ടയും നടക്കട്ടെ. മന്ത്രിയോടും നമ്മൾ പുറപ്പെട്ടു വന്ന എല്ലാ ഭാവങ്ങളോടും പ്രത്യേകിച്ച് നമ്മൾ ആളുകളോട് ഇന്ന് നന്നാളുണ്ടായിരിക്കട്ടെ. നാം ഇവരെ സംബന്ധിച്ചിരിക്കുന്ന ശരത്തിന് വിവാഹ ആശംസ പ്രാർത്ഥിക്കുന്നതും ദൈവസ്ഥലത്തിൽ ഒത്തുവിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സന്ധ്യാനമസ്കാരത്തിൽ അവസാനിച്ചിരിക്കുന്നു. അനുഗ്രഹീതമായ കല്യാണങ്ങൾ ഒത്തായിക്കുന്നതിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ പ്രധാന കാർമ്മികവുമൊക്കെ വളരെ അനുഗ്രഹീതമായിട്ട് നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിവാഹത്തിൻ്റെതായ മധുരം വയ്ക്കുന്ന ചടങ്ങ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി മധുരം വയ്ക്കട്ടെ എന്ന് സദസ്സുകളോടൊപ്പം ചോദിച്ചിട്ട് മധുരം വയ്ക്കണേ. जाने कहाँ हवाएं हवाएं ले जाए तुझे कहाँ हवाएं हवाएं बेगानी है ये बागी हवाएं हवाएं ले जाए मुझे कहाँ हवाएं हवाएं ले जाए जाने कहाँ ना मुझको खबर ना तुझको बनाती है जो तू वो यादें जाने संग मेरे कब तक चले इन्हीं से तो मेरी सुबह भी ढले शाम ढले मौसम ढले ख्यालों का शहर तू जाने तेरे होने से ही आबाद है हवाएं हक में वही है आते जाते जो तेरा नाम सदाएं हवाएं हवाएं न जाने क्या बताएं हवाएं हवाएं ले जाए तुझे कहाँ हवाएं हवाएं ले जाए मुझे कहाँ हवाएं हवाएं ले जाए जाने कहाँ हवाएं हवाएं ले जाए तुझे कहाँ हवाएं हवाएं बेगानी है
ये क्या राज है। कल भी मेरी न थी तू, ना होगी तू कल मेरी आज है। तेरी है मेरी सारी वफाएं वफाएं, तेरे ही लिए सारी दुआएं दुआएं। ले जाए तुझे कहाँ हवाएं हवाएं, ले जाए मुझे कहाँ हवाएं हवाएं। ले जाए जाने कहाँ, ले जाए तुझे कहाँ, ले जाए जाने कहाँ, ले जाए तुझे कहाँ, ले जाए जाने कहाँ, ले जाए मुझे कहाँ, ले जाए जाने कहाँ, ले जाए मुझे कहाँ। നീ എൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഴ. നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ. അനുരാഗം മൂടും ബാസുരി എന്നും നീ എൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല. നിന്നിൽ വിരലാൽ ഈ തന്തികളെ നീ വന്നു പുൽകിടുമോ. ആയിരം ജന്മമായി ഞാനിരുന്നില്ലയോ ഏകാകിയായി നിന്നോർമകളിൽ. നീ വരും നേരമായി നെഞ്ചിലെ കാന്തമാം പാദസ്വനങ്ങൾ കേട്ടു ഞാൻ. വേനൽ മാറിയിൽ ഓരോ ചില്ലകൾ നീളെ വീശിപ്പൂവല. അതിലാകെ മൂടി താഴ്വര. നീ എൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല. ഈ പുഞ്ചിരിയിൽ ഈ കൺമുനയിൽ അലിയുന്ന ഹിമബിന്ദു ഞാൻ. നീളുമീ പാതയിൽ നിന്നെയും കാത്തു ഞാൻ കാതോർത്തു നിന്നു എൻ പ്രിയനേ. എൻ നിശാവാനമീ പൂനിലാത്തുണ്ടിനാൽ പാലാഴിയായെന്നോമനെ. കാണാശാഖി തൻ താഴെ വന്നു നീരാഗം മൂളു ശരികെ. പ്രണയാർദ്രം പൂക്കൂത്താരകെ നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ. അനുരാഗം മൂളും
രാവുള്ള രാവിൽ ആരോ ആരോ ആമ്പൽ മണിപ്പൂവിനുള്ളിൽ വന്നേ ആരോ വാർമേഘവും വെൺതാരവും മഞ്ഞും കാറ്റും കാണാതെ താനേ വന്നേ ഇരുമിഴികളിൽ അണിവിരലൊടു തൂവുന്നു പൂവില്ല വേനൽക്കിനാവിൻ തൂവൽ പൊഴിഞ്ഞേ കാണാതെ നിന്നിൽ ചേരുന്നതാരോ തൂമാരിവില്ലിൻ ചായങ്ങളാലേ ഉള്ളം തലോടാൻ കൈനീട്ടിയാരോ കാതോരം വന്നോരോ നിമിഷത്തിൽ ഈണങ്ങൾ മൂളും ആരോ മൗനം പോലും തേനായേ മാറ്റും ആരോ മേഘം പോലെ മഴനീർ കുടമനുരാഗം തോരാതെ തന്നേ രാത്തീരത്തിൻ നാമ്പൽ പൂവോ മാനത്തെ മോഹത്തിങ്കളോടു ചേരും നേരം പ്രേമത്തിൻ ആദ്യ സുഗന്ധം ഇരുവതിൻ മിഴികളോ ഇവരെ നോക്കി നിൽക്കുമിഴമുറിയ കാവൽ പോലെ ആരോ ദൂരെ ആത്മാവിൻ ഗീതം പാടും ഏതോ
നമ്മുടെ രാഷ്ട്രീയ അത് അവൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും കേൾക്കുമ്പോൾ സന്തോഷമായിക്കോളൂല്ലോ, കുഴപ്പമില്ലാതെ വന്നു കഴിഞ്ഞാൽ. പിന്നെ മാതൃകയായിട്ട് കുഴപ്പമില്ലാതെ വന്നു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. ദിവസത്തിൽ ഒരു വച്ചത് മോശമാണെങ്കിലും അന്നേരല്ലേ കേൾക്കാൻ പറ്റുള്ളൂ, അതൊരു സന്തോഷമായിരിക്കും അവൻ. What title did Sharu use to Kochappa? Oh, sorry. Kochappa used to Sharu. ഞാൻ കേരളത്തിൽ കുടുംബത്തിൽ വന്ന് 5ാമത്തെ ദിവസമാണ് ഷാരു ഉണ്ടായത്. അപ്പോൾ കുടുംബത്തോട്ട് വന്ന എനിക്കുണ്ടായിരുന്ന ആ ഒരു പുതുമോടിയൊക്കെ പെട്ടെന്ന് ഷാരു അടിച്ചു മാറ്റി. അതാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. In first standard, what was Sharu Cheta worried about regarding his future sister-in-law? Sharu, യുകെയിലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുമ്പോൾ ഒരു ദിവസം വളരെ സ്ട്രെസ്സായിട്ട് വിഷമിച്ചിരിക്കുന്നു. ഞാൻ അടുത്തില്ലായിരുന്നു. ഞാൻ പോയി ചോദിച്ചു, മോനെ എന്ത് പറ്റി ഇത്ര വിഷമിച്ചിരിക്കാൻ? ചിറ്റ, അത് എൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ച് വരുന്ന ചേച്ചിയെ ഞാൻ എന്ത് വിളിക്കണമെന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ എത്ര കാലം ഇപ്പോഴേ വിഷമിക്കുന്നു, ചേട്ടൻ കട്ടിയിട്ട് വരട്ടെ പറഞ്ഞു. എനിവേ ഇപ്പം ദീദി എന്നാണ് വിളിക്കുന്നത് അല്ലേ? അല്ലേനുക അത് അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കായിരുന്നു ഇല്ലേ സാരം? Where was Sharu's first international trip and what was the most beautiful part of it? Dubai, Singapore, or three options. First international trip was to Dubai. And then I took him for a ride for Dubai Island Road. And what he saw was this, right? Boss ki uncle is someone who knows many secrets of Sharu Cheta. Please let us ask him to reveal some of them to us. കുറേ കഥകൾ പറയാനുണ്ടെങ്കിലും എനിക്ക് ആദ്യം ഞാൻ ഇവിടെ ചോദ്യങ്ങൾ പറയാം. എൻ്റെ രണ്ടാമത് 12ാം ക്ലാസ് കഴിയുന്ന പരീക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ പഠിത്തം കഴിഞ്ഞ് അന്നേരത്തിന് പരീക്ഷ കഴിഞ്ഞ അന്നേരത്തിന് ഫോൺ ട്രിപ്പ് ഉണ്ട്. ഫൈൻ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ തിയേറ്റർ കണ്ടെന്ന് പറഞ്ഞു ഷാരോ ചാനൽ ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ 3 പേരുടെ പോകുന്നത്. ഓക്കെ, 3 പേരും കൂടെ നേരെ തായ്ലൻഡ് വിട്ടു. 12ാം പരീക്ഷ കഴിഞ്ഞ അന്നേരം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് 6-7 മാസം ഇവൻ മനുവിനെ മുങ്ങി നടക്കരുത്. ഞാൻ എപ്പോൾ നോക്കിയാലും മനുവിൻ്റെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ ഷാരു ഒറ്റ മുങ്ങിച്ചാണ്, പിന്നെ കാണത്തേ ഇല്ല. പോയി വളരെ സിമ്പിളായ എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിൻ്റെ ലോജിക്കൽ റീസണിങ്ങും ഉണ്ട്. ആക്ച്വൽ റീസൺ ഇത്രേ ഉള്ളൂ. ബോസ്കോച്ചമ്മയുടെ നെൽക്കച്ചയുടെ ഇളയ മകൻ രോഹിത്തിന് ആദ്യമായിട്ട് ബിയർ കഴിച്ചുകൊണ്ട് ഞാനാണ്. പക്ഷേ അതിൻ്റെ ലോജിക്കൽ എക്സ്പ്ലനേഷൻ എനിക്ക് ആദ്യമായിട്ട് തന്നത് ബോസ്കോച്ചമ്മയാണ്. അതോടുകൂടി രാജാനും ചേച്ചി എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എനിക്ക് തോന്നുന്നു. ഓക്കെ, അവൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അവൻ്റെ കെയറിങ് ആറ്റിറ്റ്യൂഡ്, കെയറിങ് നേച്ചർ. ഏറ്റവും പഴയതൊക്കെ വിട്ടിട്ട് ലേറ്റസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഴയ പാട്ടുകൾ നോക്കുമ്പോഴത്തേക്കും, ഞാൻ കോളേജിൽ പോയിട്ട് പഠിക്കുമ്പോൾ തന്നെ എന്നെ അറിയാവുന്നവർക്കറിയാം, ഈ പഴയ അല്ലിയാമ്പൽ കടവിൽ ഞാൻ അന്ന് കണ്ടത് പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം അന്നൊക്കെ ആ പാടിയ അതിൽ വരിയുണ്ട്, താമരപ്പൂ നീ താഴെ കണ്ടുപോയിച്ചു, അപ്പോൾ താഴെ ഞാൻ നീ ചെന്ന പൂ പൊട്ടിച്ചു. കല്യാണം കുറച്ചതിന് ശേഷം ഷാരു അനന്യയുടെ മൂറാമുദാശയാണ്. അപ്പോൾ രാവിലെ ഞാനും മനുവും കൂടാണ് അനന്യയുടെ പേരൻസിൻ്റെ കൂടെ പള്ളി പോകുന്നത്. രാവിലെ ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഒരു കൂടി വീട്ടിൽ ഹാജരാണ്. ഉച്ചപ്പോൾ ഞാനുമാണ്. അപ്പോൾ ബോധമാകുന്നത് നേരെ വിട്ടടിച്ച് കോട്ടയം പോയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരോടും പോയി പള്ളിയിൽ പോയി ഉദാശം ചടങ്ങെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഒത്തിരി ഭക്ഷണം കഴിച്ചു, അവരെ സി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ തിരിച്ച് ഗോതമ്പം പോവുകയായിരിക്കും. അവനിങ്ങനെ ചുറ്റിച്ചുറ്റി നിൽക്കുക. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് പ്രശ്നം തന്നെ. അത് കുറച്ചൊക്കെ ഞാൻ വൈകിട്ടാണ് പോകുന്നത്. അപ്പം അനന്യ എല്ലാവരും പരിപാടിയായിരിക്കും. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഇവൻ്റെ പരിപാടി എന്നുള്ളത്. ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ട് നേരെ അനന്യ പേരൻസ് ചെന്നു. ഞാൻ അനന്യയുടെ ഫാദറോട് ചോദിച്ചു, അവനൊന്ന് ടൗൺ ഒന്നിച്ചൊരു കറക്കം ആഗ്രഹമുണ്ട്. ആ പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ ഇവനൊന്ന് വിട്ടതാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ ഫോട്ടോ ആയിട്ടാണ് വരുന്നത്. നേരെ കുമരകം പോയി കണ്ണുമുക്കം വണ്ടി കൂടെ ബോട്ടെടുത്ത് ഒരു കറങ്ങാൻ പോയി. അവിടെ സാഹസികമായിട്ടൊരു ആമ്പലൊക്കെ പൊട്ടിച്ച് ഒരു ആമ്പലൊക്കെ എടുത്ത് കൊടുത്ത് അതൊരു ഉക്കരൊരു മാല പോലെയാക്കി കൊടുക്കുന്നതൊക്കെയാണ് അവൻ ആദ്യമായിട്ട് കെയറിങ് ആറ്റിറ്റ്യൂഡ് തെളിയിച്ചത്.
എനിക്കതിൽ 2 അഡീഷണൽ കാര്യങ്ങൾ പറയാനുണ്ട്. കൊച്ചപ്പയെ കണ്ടാണ് ഇതെല്ലാം പഠിച്ചത്. തൊഴിലൊഴിക്കാൻ അവർ സമ്മർദ്ദരാണെന്ന് അവൻ തന്നെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മൂവിങ് ഹെഡ്. ഏറിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ 2 പിള്ളേർ ഇതിന് അറിയും. അപ്പോൾ എൻ്റെ 2 പിള്ളേർ അനൂപയോട് ചെറിയൊരു ദേഷ്യമുണ്ട്. കാര്യം ഇവരുടെ കമ്പ്യൂട്ടർ കളിയിൽ ഇടയ്ക്കിടയ്ക്ക് അനൂപ തടസ്സം വരും. അപ്പോൾ അവന്മാർ ഇങ്ങനെയൊക്കെ പറയും, അനൂപ ചേച്ചി ശരിയല്ല, നിങ്ങളെ തടസ്സപ്പെടുത്തരുത്. അപ്പം കല്യാണം കുറച്ച് കഴിഞ്ഞ് പിള്ളേരുടെ ആദ്യത്തെ കണ്ടീഷൻ അനന്യോടെ വരുന്നത് ഞങ്ങളുടെ കമ്പ്യൂട്ടർ കളി തടസ്സപ്പെടുത്താൻ വരരുത്. കാരണം ഒരാൾ സ്വിറ്റ്സർലൻഡിൽ ഇരിക്കുന്നു, ഒരാൾ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു, ഒരാൾ ലണ്ടനിൽ ഇരിക്കുന്നു, ഒരാൾ കൽക്കട്ടയിൽ ഇരിക്കുന്നു. കാര്യമായിട്ട് കളിക്കുന്ന ഈ ചേട്ടത്തിമാരൊക്കെ വന്ന് ശല്യപ്പെടുത്തിയാൽ ശരിയാകില്ല. അപ്പം ഇവൻ്റെ മറുപടി പെട്ടെന്ന് വന്നു, കല്യാണം കഴിഞ്ഞാൽ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭാര്യമാര് പറയുന്നത് കേട്ട് വളരെ അടങ്ങി ഒതുങ്ങി നല്ല രീതിയിൽ പോകണം. ഞാൻ വാവിളിച്ച് നിന്നും എൻ്റെ കൂടെ ഇരുന്ന മനു എനിക്ക് ഒറ്റ ചവിട്ട. ഇത്രയും കാലം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ. മനു എനിക്കൊരു ചവിട്ടാണ്. കെയറിങ്ങായിട്ടോട് ഇവിടെ കൂടെ ചെയ്തോളൂ. അത് ആരേ സമയം എന്തിനാണ് പറയുന്നുള്ളൂ. മനുവിൻ്റെ മദർ ഇപ്പോഴും അവിടെ ഒരു നാട്ടുമാവുണ്ട്. ആ നാട്ടുമാവിലെ നാട്ടുമാവ ഓരോന്നും എടുത്ത് പഴുത്ത് കഴിയുന്നു പൾപ്പാക്കിയിട്ട് ഇവന് വേണ്ടി പ്രത്യേകമായിട്ട് വരും. ഇവരവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയെ കൈകാര്യം ആ ഒരു രീതിയിലാണ്. സോ പിന്നെ കൂടുതൽ കയറാനുള്ളത് ഞാൻ കയറിയ ശരിയാകില്ല. കാര്യം എൻ്റെ ഇളയ പുത്രൻ എനിക്ക് വിളിച്ച് മാണിക്ക് തന്നു, അപ്പം അവിടെ കൂടെ അനാവശ്യം സംസാരിക്കരുത്. അത് ഇവൻ പറഞ്ഞിട്ടാണോ അതോ അവരുടെ തീരുമാനത്തിൽ അറിയാമില്ല. ഞാനവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വാണിംഗ് കിട്ടി. അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങൾ സംസാരിച്ചോളാം. ഞാൻ ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കും. നമ്മൾ ബന്ധങ്ങളിൽ കോട്ടപ്പടി നമ്മൾ പോകുന്നത് അധികം കോട്ടപ്പടി കിട്ടാറില്ല. ബാംഗ്ലൂര് മലയാളം ഇതുപോലെയൊക്കെ എല്ലായിടത്തും എവിടെ ചെന്നാലും ഇവരാണ് കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇവരെങ്കിൽ ഇങ്ങനെ കൊണ്ട് അതിന് നല്ല വൈഭവമാണ്. നല്ല വൈഭവം എന്ന് വെച്ചാൽ അവർ അന്നേരം നല്ല സ്പീച്ചും എല്ലാം കഴിഞ്ഞ ഒരു കൊണ്ടുവരുന്നത്. അതിൽ അവരെ അഭിനന്ദിക്കുന്നു. അത് നിർത്തില്ല. പിന്നെ അവൻ നേരത്തെ പോസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചത് അവന് ആരാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും പോകാൻ ഒക്കില്ല എന്ന് അവനോട് പറഞ്ഞത് ആരാണെന്ന് അവനോട് ചോദിക്കാം. Were trying to help Vivian beat a game of his Ben 10 video game. None of us could actually beat the game, so we ended up trying to find a bunch of cheat codes. I can't remember if any of them worked, but she found it very funny that three of them could not figure out a kid's Ben 10 game. Possibly true. It's like you said, it was a long time back. But in my defense, I guess we were no longer kids. We were adults playing kids game. What kind of an elder brother is Sharu to his cousins? ഷാരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എല്ലാ ആൻറ്റിമാരും കാണാനായിട്ട് ചെന്നൈ വഴി ബോംബെക്ക് വന്നായിരുന്നു. ബോംബെക്ക് വന്നപ്പം ജോലി എന്ന് 12th കഴിഞ്ഞ് നോക്കുവാണ്. അപ്പോൾ ബിഗ് ബ്രദറായിട്ട് ജോലിനെ കൂട്ടിയാണ് വന്നത്. രണ്ടുപേരും കൂടെ വന്ന് ബോംബെയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബോംബെ കിടന്നിടങ്ങി. അത് കഴിഞ്ഞ് അവർ ലോക്കൽ ട്രെയിനിലൊക്കെ ഒരു വിധത്തിൽ വീട്ടിൽ വന്നു. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റിയില്ല. അപ്പോൾ പോകുന്നതിന് 5 ദിവസത്തോളം ഫുൾ ഫ്ലഡായിരുന്നു. അവരുടെ ട്രെയിന് നാഗരിൽ നിന്നാണ്, അവിടെ ഫ്ലഡാണ്. പക്ഷേ ഇവർ വീട്ടിൽ കയറി വന്ന വഴിക്ക് കൊച്ചമ്മയുടെ ഫോൺ വന്നു. ജോലിക്ക് മെഡിസിൻ അഡ്മിഷൻ വേണ്ടി വന്നു. അത് ജോലി അറിയുന്നത് ഡോറ് തുറക്കുമ്പോഴേ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഉടനെ തിരിച്ചു പോകണം, അഡ്മിഷൻ എടുക്കണം, ട്രെയിനില്ല, ഫ്ലൈറ്റില്ല. അപ്പം ഫൈനലി ഞങ്ങൾ തീരുമാനിച്ചു ബോംബെയിൽ നിന്ന് കുറച്ച് മാറി ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. അവിടെ നിന്ന് ഇവരെ ബുക്ക് ചെയ്തൊരു ട്രെയിനിൽ പോകാൻ വന്നിട്ട് എങ്ങും പോകുന്നില്ലല്ലോ എന്ന് എഴുതി ഞങ്ങൾ ഒരു ലഞ്ച് പുറത്ത് കഴിക്കാൻ പോയി. ഫുഡ് പോയിസൺ അടിച്ചു. ജോലിക്ക് ഒട്ടും വയ്യ. ഇപ്പോൾ അവൻ ഡോക്ടറാണെങ്കിലും അവന് ഒട്ടും വയ്യ. ഷാരു ആണ് എന്നോട് പറഞ്ഞത്, കുഞ്ഞമ്മ എങ്ങനെയെങ്കിലും അവനെ ട്രെയിനിൽ കയറ്റി തന്നാൽ മതി, ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ട്രെയിനിൽ ചെന്നപ്പം ഭയങ്കര ട്രാഫിക് വന്നു.
ട്രെയിനിൽ കയറാൻ പറ്റില്ല, ഫ്ലൈറ്റ് ഇല്ല, അപ്പോൾ അവന് ആ സീറ്റ് മിസ് ചെയ്യുന്നുള്ള ഒരു കണ്ടീഷനിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ വീണ്ടും ലേറ്റായി, 5 മിനിറ്റേ ഉള്ളൂ. അപ്പം എല്ലാ ബാഗും ഷാരും എടുത്ത് പ്ലാറ്റ്ഫോമിൽ കൂടെ ഓടി ട്രെയിനിൽ കയറി. അതിനിടയ്ക്കാണ് പെട്ടെന്ന് ജോലി വന്ന് എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ജോലിയുടെ നിങ്ങളുടെ തള്ളി ഞങ്ങൾ ട്രെയിനിൽ കയറ്റിയിട്ടു. പിന്നെ ഷാരുമാണ് ഫുൾ ടേക്ക് കെയർ ചെയ്ത് സെക്കൻഡ് ഡേ ചെന്നൈ പോയി മെഡിസിൻ അഡ്മിഷൻ കിട്ടി. ചെന്നൈ ജോലി ചെയ്യുമ്പോൾ തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ കൂടെ 2 ആഴ്ചയോളം ഷാരു ഉണ്ടായിരുന്നു. അപ്പം കാലത്ത് ചോദിക്കുമ്പോൾ ചോറ് വേണം, ചപ്പാത്തി എന്തെങ്കിലും കുഴപ്പമില്ല, ഏത് ചോദിച്ചാലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശരത് കുര്യങ്ങൾ മാറി ശരത് കുഴപ്പമില്ല എന്ന് വിളിച്ചു വരുത്തി. വെരി ബിഗ് ഫാമിലി. പക്ഷെ എനിക്കാണ് എൻ്റെ സെക്കൻഡ് ക്ലാസ്സിൽ മോനാണ്. അപ്പം റിലേഷൻ വൈസ് മൈ ഡോട്ടർ ഇസ് ഷാരു's third cousin, പക്ഷേ he is like very close to me, all of us. ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ലിസ്റ്റിക്ക് 11th and 12th maths and she was studying physics because she wanted to go for medicine. അപ്പം അമ്മ എനിക്ക് physics I can't manage എന്ന് പറഞ്ഞപ്പോൾ ഷാരു very willingly came up and told അമ്മായി ഞാൻ ഫുൾ അവിടെ പഠിപ്പിച്ചോളാം, I take full responsibility എന്ന് പറഞ്ഞ് ലിസ്റ്റിയെ full effort. What she is today is partly because of Sharu. I can vouch it and I proudly say that. അപ്പോൾ എനിക്ക് ഈ ലിസ്റ്റുട്ടി ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ അവർ ഇടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാച്ചേട്ടാ എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി എൻജോയ് ചെയ്യണം, ഭയങ്കര ഇമോഷണൽ ആണ്, എനിക്ക് എൻജോയ് ചെയ്യണം. Sharu is totally upset and അമ്മായി അവളൊന്ന് എൻജോയ് ചെയ്യണം, ആക്ച്വലി അവളൊന്ന് എൻജോയ് ചെയ്യണം. So sweet and caring. അത് നല്ലതായിട്ട് ഞങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് എനിക്ക് 100% I vouch for that. ഞാൻ മീതി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചേച്ചി 4th എന്നപ്പോൾ we came to Chaitanya and Amma such a cheddar to reach Chechi and you reached me. I was happy first because you had more patience than such a cheddar back then. But then you made me write in position 20 times or something. And എനിക്കൊരു പേനൊന്നോ ഹീറോ പേന അത് എനിക്കെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. കയ്യിലെല്ലാം ഇൻകായി and I got very scared. അപ്പോൾ I put the pen in the cap back and then I said my hands or something. I was so scared. But I won't write in position. But you called me every birthday. I remember that. It was late night you called me. Last time I was coming back from work and you called me last minute because I was expecting me. കൊച്ചിൽ വന്ന് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അപ്പച്ചൻ വന്നിട്ട് റിച്ചി എന്ന് പറഞ്ഞ ഷാരുവിനെ വിളിക്കും, ഷാരു എന്ന് പറഞ്ഞ് റിച്ചിയും വിളിക്കും. രണ്ടുപേരെ തമ്മിൽ അങ്ങനെ ഒരു കട്ടുണ്ടായിരുന്നു. കൊച്ചിലെ രണ്ടുപേരും കുസൃതിയായിരുന്നു. ദിവികസ്വാടിയില്ലേ, ദിവികസ്വാടിയാണ്. അപ്പോൾ കുസൃതി ഇച്ചിരി കൂടുതലായിരുന്നു ഇവിടെ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഭയങ്കര ഇതായിട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ആ കുസൃതി കൂടുതൽ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ സച്ചു വളരെ കാമും കമ്പോസ്റ്റഡ് വളരെ നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാം തിരിച്ചായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാരു സച്ചു കുഞ്ഞേച്ചി തന്നെ വിളിക്കുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കൊന്ന് ഒത്തിരി പറയാനുണ്ട്. ഷാരു ഭയങ്കര ഇപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞത് തന്നെ കെയറിങ് പറഞ്ഞാൽ ഭയങ്കര കെയറിങ്. അത് ഇന്ന ആളെയൊന്നുമില്ല, എല്ലാവരും ഏജായൊക്കെ ആണെങ്കിലും കൂടുതലുള്ള ഫ്രണ്ട്സിനെ ആണെങ്കിലും കസിൻസിനെ ആണെങ്കിലും എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കെയർ റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടാവും. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഞാൻ കാക്കനാട് നിന്ന സമയത്ത് ഷാരു അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇത് സെയിലിങ്ങിന് പോയിരുന്ന സമയമാണ്. ഇതിലില്ല റിച്ചി അവിടെ ഇല്ല, റിച്ചി ബാംഗ്ലൂർ എന്നായിരുന്നു. അപ്പം ഞാനും കുഞ്ഞും ഒറ്റയ്ക്കാണ് ഫ്ലാറ്റിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞുവിന് എന്തെങ്കിലും വയ്യാനോ എന്തെങ്കിലും വന്നിട്ടാലും എനി ടൈം എനിക്ക് വിളിക്കാൻ പറ്റിയ ഷാരു
മടുപ്പോ അതൊന്നും പറയാം. അത് റിച്ചി അങ്ങനെയാണ്. ഇവർ രണ്ടുപേരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ വിളിച്ചോണ്ട് ശരീരമായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. എനിക്ക് ബുള്ളറ്റ് റൈഡ് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇതിൻ്റെ കൂടെയാണെങ്കിലും ബുള്ളറ്റിലൊന്നും എനിക്ക് കയറാൻ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എനിക്ക് വന്ന് ബുള്ളറ്റിൽ പോയവരാണ് ഷാരൂഖ്. ഷാരൂഖ് വരുമ്പോൾ ഞാൻ പറയും ബുള്ളറ്റൊക്കെ ഒന്ന് ബൈക്കിൽ പോകാം, ബുള്ളറ്റൊക്കെ പോയത് എന്ന് പറയും. എനിക്ക് ഇഷ്ടമായിരുന്നു ഷാരൂഖിൻ്റെ കൂടെയുള്ള റൈഡ്. കുഞ്ഞൂരാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുഞ്ഞൂരെ ഞാൻ പേടിപ്പിക്കുമായിരുന്നു. ഷാരൂഖ് ചാച്ച വരുമ്പോൾ അപ്പം ഇങ്ങനെ വരുന്നോട്ട് പറയും ആദ്യം ചെയ്തില്ലെങ്കിൽ ഷാരൂഖ് ചാച്ച വന്നല്ലോ ചോദിക്കും, കുഞ്ഞു അമ്മ ഇങ്ങനെ പറഞ്ഞല്ലോ അതെന്താ അങ്ങനെ ചെയ്യാതെ, അങ്ങനെ ചെയ്യില്ലേ? അതോടുകൂടി കുഞ്ഞു അത് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു കഴിപ്പിക്കുന്ന ഒരാൾ. പക്ഷെ കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഷാരൂഖ് ഓസ്ട്രേലിയ പോയത് എനിക്ക് തോന്നുന്നത് ഭയങ്കര സങ്കടം വന്ന ഒരാൾ കുഞ്ഞു എന്നോട് പല പ്രാവശ്യം ചോദിച്ചു, ഷാരൂഖ് ചാച്ച ഇനി തിരിച്ച് വരുന്നില്ലേ? ഞാൻ പറഞ്ഞു അറിയില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്ന ഷാരൂഖ് ഓസ്ട്രേലിയ പോയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞത്, അവിടുന്ന് ഓസ്ട്രേലിയക്കാരെ ആരെയും വിളിച്ചുകൊണ്ട് വരരുത്, എനിക്ക് പെണ്ണ് കാണാൻ പോകണം ഷാരൂഖില്ല, അതിനുള്ള അവസരം കളയരുത്. അപ്പോൾ ഷാരൂഖ് പറഞ്ഞു കുഞ്ഞേച്ചി പേടിക്കണ്ട, ഞാൻ കണ്ടുപിടിച്ചാലും ശരി കുഞ്ഞേച്ചി കൊണ്ട് പെണ്ണ് ആ ഒരു അവസരം എന്തായാലും കുഞ്ഞേച്ചിയെ കൊണ്ടുപോകും. ഇതിങ്ങനെ കുറേ സ്റ്റോറിയുണ്ട്. പിന്നെ അത് പുറത്ത് പറയില്ല, അത് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇതാണ്. എന്തായാലും അടിപൊളിയായിട്ട് അതിൻ്റെ നല്ലത് വെച്ചാൽ ഭാര്യ പറയുന്നത് കേൾക്കുന്നത് വളരെ നല്ലതാണ്. ബൈക്ക് യാത്ര ട്രൈ ചെയ്ത് ഇതുവരെ നടന്നില്ല. ഒരു പ്രാവശ്യം ഷാരൂഖ് പിക്ക് ചെയ്ത് ബൈക്കിൽ കറക്കി എറണാകുളത്തേക്ക് കറക്കിയിട്ട് മൂന്നാറിൽ the first bike I was taking Shari, and I asked him how was the ride. Perfect. He takes care of the ride. He takes care of the person with it. Rides to her standard and her requirement rather than group ride. ചെറുപ്പത്തിൽ ധൈര്യമുള്ള ആളായിരുന്നു. സച്ചുവിനെ കാക്കും കുറച്ചൊരു ചിന്തിക്കും. സച്ചു ഷാരു അത്ര ചിന്തിക്കില്ലായിരുന്നു. കാർ പോർച്ചിലേക്ക് വരാന്തയിൽ നിന്നൊരല്പം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. രണ്ടുപേരോട് ഒരു ദിവസം മോളിൽ കയറാനായിട്ട് പറഞ്ഞ് ചാടുക താഴത്തേക്ക്. ഷാരു മോളിലേക്ക് കയറിയിട്ട് ഇവിടെ വന്നു ചാടും, ഒന്നും ചിന്തിക്കുന്നില്ല. സച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ കയറി നിന്നിട്ട് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കും. ഇരുന്നിട്ട് പതുക്കെ അങ്ങ് ദൂരം ഇറങ്ങും. അതാണ് അവരുടെ ചാട്ടം. How was Sharu on the first day of school? അപ്പം ചില സ്കൂളിൽ പോകുമ്പോൾ ഷാരൂഖ് ഭയങ്കര സങ്കടമാണ്. സ്കൂളിൽ ഗേറ്റ് വരെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അത് നോക്കി അവന് പോകും. ചേട്ടാ ജീപ്പിലാണ് അന്നുള്ളത്. ചേട്ടാ ജീപ്പിൽ പോയി കഴിയുമ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ചേട്ടയുടെ കൂടെ എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്നൊരു ഫീലിംഗാണ്. അങ്ങോട്ട് എക്സ്പ്രഷൻ അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ എഴുതുമ്പം 3 വയസ്സ് ആയതേ ഉള്ളൂ. അപ്പോൾ ജൂൺ 1-ാം തീയതി വന്നപ്പം വീട്ടിൽ പഠിക്കാൻ നിന്നിരുന്ന അവർ വന്നില്ല. അപ്പം മമ്മിയുടെ കണ്ണിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മമ്മി കൊച്ചിലെടുക്കാനൊന്നും പറ്റില്ല. അപ്പം പപ്പ പറഞ്ഞു ഒരു ബാഗ് എടുത്തോ, വാട്ടർ ബോട്ടിൽ എടുത്തോ, അവരെ ഇട്ടേക്കാൻ നോക്കും. അങ്ങനെ ആണ് അവൻ 3 വയസ്സിൽ സ്കൂളിൽ ചെന്നത്. പക്ഷേ സ്കൂളിൽ പോയിട്ട് വന്നു, അവൻ സ്കൂളൊക്കെ പോയി വന്നു, തിരിച്ചു വന്നു പറഞ്ഞു ഇനി ചേട്ടൻ പോകും സ്കൂളിൽ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോളേജിൽ ഒരു ടെററാണ്. അപ്പോൾ യൂഷ്വലി സ്റ്റുഡൻസിനെയൊക്കെ മുടി നീട്ടി വളർത്തിയതിന്, താടി വളർത്തിയതിന്, ഇതിനൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെയൊക്കെ വഴക്ക് പറയും. 1-2 വട്ടം പേരൻസിനെ വിളിപ്പിച്ചിട്ടൊക്കെ ഇട്ടെന്ന് തോന്നും. ഞാൻ കോളേജിലെത്തിയപ്പോൾ ഞാനും താടി വളർത്തി, ഞാനും മുടി വളർത്തി. അങ്ങനെ ആയപ്പോൾ അമ്മയുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നു നിർത്തി. അങ്ങനെയാണ് അവരെ താങ്ക് ചെയ്യേണ്ടത്. നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് ആൾക്കാർ ഒത്തിരി പേര് തെറ്റിക്കാറൊക്കെ ഉണ്ട്.
തുടക്കത്തിൽ ഞങ്ങൾ അത്ര ഫ്രണ്ട്സ് അല്ലായിരുന്നു. ഞാൻ ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ ബൈക്ക് റൈഡിനൊക്കെ ഞങ്ങൾ ആലപ്പുഴ പോയി, കോഴിക്കോട് വരെ പോയി. അപ്പം ഒരു പ്രാവശ്യം ബൈക്ക് ഷാരുവാണ് ഓടിച്ചിരുന്നത്. ഞാൻ പുറകിലിരിക്കുകയായിരുന്നു. രാത്രിയാണ്. കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വന്നു. ഞാൻ പുറകോട്ട് വീഴാൻ തുടങ്ങി. ഭാഗ്യത്തിലാണ് ആളുകളായിട്ടുള്ള വണ്ടിയൊന്നും ഇടിക്കായിരുന്നത്. അങ്ങനെ ഒത്തിരി സന്തോഷവും ഒക്കെയുള്ള നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും നല്ലത് മാത്രമേ ശരത്തിനെ പറ്റി പറയുന്നുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് മാത്രം ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ശരത്ത് ഭയങ്കര എല്ലാവരും പ്രൊട്ടക്റ്റീവാണ്. അപ്പം എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ശരത്തിനെ ഹിറ്റ്ലർ മാധവൻകുട്ടി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരും. പക്ഷെ അവർ മര്യാദയ്ക്ക് മെയിൻ റോഡിലൂടെ വരില്ല. ഞാനും ഐശ്വര്യം തന്നെ പള്ളിയിൽ വെയിറ്റ് ചെയ്യും അവരെപ്പോഴാണ് വരുന്നത്. അവർ പാർക്ക് ഞങ്ങൾ എപ്പോഴാണ് തീരാനും നോക്കി അവർ പാർക്ക് കുറയുന്നു വന്ന് പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് എപ്പോഴും അവർ ഞങ്ങളത്രയും കുറേ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ കോളേജ് കഴിഞ്ഞിട്ട് every time I met Shad Chettai, he's treated me to other trips, he's taken me out for dinner, every time he's given me a big treat as a younger sister. So, big thank you for all that. And as a representative of younger siblings, വീട്ടിൽ വരുമ്പോൾ എന്നെ ഭരിക്കാനായിട്ടുള്ള എല്ലാ ഐശ്വര്യം നാശിക്കും വേണ്ടിയിട്ട് റിവെഞ്ച് എടുക്കാനായിട്ട് എന്നെ കൊണ്ട് വെള്ളം എടുപ്പിക്കും, ഫാൻ ഓണാക്കും. ഞാൻ അവരെ കുറിച്ച് ചെയ്യുന്ന എല്ലാം ശാരിച്ചേട്ട പകരമായിട്ട് എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പല പല കഥകളും ഞാൻ ചെറുപ്പത്തിൽ ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ചിലതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ പറഞ്ഞു ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് പറയുക, സ്പെഷ്യൽ മെൻഷൻ ടു നട്ടാഷ ആൻഡ് ദിലി. അവർ കുറേ കഷ്ടപ്പെട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്തു. ഇതിൻ്റെ പുറകിൽ മാസ്റ്റർ ബ്രെയിനായിട്ട് വർക്ക് ചെയ്ത മേനയ്ക്കും സ്പെഷ്യൽ മെൻഷൻ. മേമ എവിടെയെങ്കിലും ഒന്നും ഇല്ലാതെ പാവമായിട്ട് ഇരിക്കുന്നുള്ളൂ. ഇവരെ കൊണ്ട് എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ചതും ഇവർ പറഞ്ഞു കൊടുത്തതും എല്ലാം മേമ തന്നെയാണ്. മതിയില്ലെന്നായി ചൊല്ലുന്നില്ലേ മനസ്സിലായി